ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യ യൂസേജ് ചെയ്യുന്ന ഒരു സിമ്പിൾ ബോൻ്റെ പാറ്റേൺ ആണ്. ഇതൊരു ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ബേസിക് സ്റ്റിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കോട്ടൺ പ്ലസ് അക്രിലിക് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു യാണും 4mm ക്രോഷ്യയുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനൊരു സ്ലിപ്പ് നോട്ട് ചെയ്യുവാണ്. ഈ സ്ലിപ്പ് നോട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. ഇതിലേക്ക് ഞാനൊരു 21 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. ഒരു 21 ചെയിൻ സ്റ്റിച്ച് ഇതിലേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു 21 ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു സിംഗിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ നമ്മുടെ ആ ഒരു ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതൊരു സ്കിപ്പിംഗ് ചെയിനാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഓരോ ചെയിനിലേക്കും, അതായത് നമുക്കൊരു 20 ചെയിൻസിലും സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നമ്മൾ ടോട്ടൽ ഒരു 21 ചെയിൻസാണ് ചെയ്തത്. അതിൽ ലാസ്റ്റ് വരുന്ന ചെയിൻ നമ്മൾ സ്കിപ്പിംഗ് ചെയിൻ ആയതുകൊണ്ട് തന്നെ അത് ലീവ് ചെയ്യുവാണ്. അതിന് ശേഷമുള്ള ആ ഒരു 20 ചെയിൻസിലേക്ക് ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോവുക. ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ ആ ഒരു റോ ഫുള്ള് ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഒരു 20 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റോയിലേക്ക് പോകാൻ ചെയിൻ 1 ഒന്ന് ടേൺ ചെയ്യുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇതേപോലെ ഒന്ന് ടേൺ ചെയ്യുക. ഒരു അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. ഇങ്ങനെ ഒരു 4 റോ ആണ് നമ്മൾക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങളൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ആവുകയോ ലൂസ് ആവുകയോ ചെയ്യരുത്. അത് നിങ്ങൾ ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് അത് ശരിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ക്രോഷ്യ ചെയ്യാൻ ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഞാൻ ഒരു റോ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഒരേപോലെ തന്നെ സ്റ്റിച്ചസ് വരുന്ന രീതിയിൽ ചെയ്ത് പോവുക. ഇനി ഞാനൊരു 2 റോവും കൂടെ ഇതേ സെയിം പോലെ തന്നെ ഈ ഒരു 20 സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. ഞാൻ അതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഞാൻ ഒരു 4 റോ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഓരോ റോവും നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 4 റോവും ഒരേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ഇതേപോലെ ഒരു ചെയിൻ 1 ചെയ്യുക. ഒന്നായി ആണൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു ലെങ്ത്തിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ആണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഒരെണ്ണവും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് 2 എണ്ണമാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കേണ്ടത്. ബേസ് 21 സ്റ്റിച്ചും അതിൽ നിന്നുള്ള ഒരെണ്ണം സ്കിപ്പിംഗ് ചെയിൻ ബാലൻസ് ഉള്ള ഒരു 20 ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 4 റോ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഞാനത് 2 എണ്ണം ഒരേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു, ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഇനി നമ്മളിതെങ്ങനെയാണ് ഒരു ബോ പാറ്റേണിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു പാറ്റേൺ എടുക്കുക. അതിൽ വരുന്ന എക്സ്ട്രാ വരുന്ന യാണുകളെല്ലാം ഇതേപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കാണാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു പാറ്റേണിൽ മാത്രം അതേപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മളെല്ലാ എക്സ്ട്രാ വരുന്ന ത്രെഡുകളെല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു അടുത്ത പാറ്റേൺ എടുക്കുക. ഇത് തമ്മിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത് ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. ഇനി ജസ്റ്റ് ഒരു നീഡിലെടുക്കുക. ജോയിനിങ് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് നിന്ന് സെക്കൻഡ് ആ ഒരു ഇതിലേക്ക് ജസ്റ്റ് തൊട്ടടുത്തുള്ള ആ ഒരു ലൂപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള ലൂപ്പിൽ നിന്ന് അപ്പുറത്തെ ആ ഭാഗത്തെ ലൂപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും അറിയാത്ത രീതിയിൽ നമ്മൾക്ക് ആ ഒരു ജോയിനിങ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയോന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു ജോയിനിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് വരുന്നത്.
കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജോയിനിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കറക്റ്റ് ഈ ഒരു ജോയിനിങ് വന്ന ഭാഗം ഇതേപോലെ ഒന്ന് സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് പിടിക്കുക. കണ്ടോ ഈ ഒരു രീതിയിൽ സെൻറ്ററിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് പിടിക്കുക. കുറച്ച് യാൺ നമ്മൾ ഇതേപോലെ ഒരു ലെങ്ത്തിൽ എടുക്കുവാണ്. ഇനി ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് ആ ഒരു ബോർഡ് ഹെഡ് പോർഷൻ എന്നുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കുകയാണ്. കണ്ടോ ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മുടെ നോർമൽ ബോർഡ് ഹെഡ് പോർഷൻ വരുന്ന പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ ഹോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് രീതിയിലൊന്ന് പിടിച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് ചെയ്യാൻ. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു യാണിൻ്റെ പീസും കൂടെ ഉണ്ട്. അതിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അങ്ങനെ ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഉറപ്പുണ്ടാവും, നല്ല ബലത്തിൽ തന്നെ ഇരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു പോർഷൻ എടുക്കുക. അത് കറക്റ്റായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മടക്കുക. അങ്ങനെ എൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യുക. ഉണ്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഉണ്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ആ ഒരു ബോർഡ് ഹെഡ് പോർഷൻ ഇതേപോലെ ഒന്ന് ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സെയിം പോലെ തന്നെ നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് ഇതേപോലെ റാപ്പ് ചെയ്യുക. കണ്ടോ ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ റാപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ടൈറ്റ് ആവുന്ന അത്രയും ഒരു രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. നേരത്തെ പോലെ തന്നെ ഒന്ന് ബാക്കിലേക്കൊന്ന് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു യാണിൻ്റെ എൻഡിൽ നീഡിൽ കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെച്ചാലും മതി. ഞാനൊന്ന് ജസ്റ്റ് ബാക്കിലേക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഈ ഒരു പോർഷൻ വെച്ച് തന്നെ ഞാൻ ബാക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബോർഡ് ആ ഒരു പാർട്സൊക്കെ നല്ലപോലെ തന്നെ ഇങ്ങനെ നീറ്റായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. ബാലൻസ് വരുന്ന യാണൊന്ന് കട്ട് ചെയ്യുക. ആ ഒരു നീഡിൽ യൂസ് ചെയ്ത് ആ എക്സ്ട്രാ വരുന്ന യാണൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡിലേക്ക് നല്ലപോലെ ഒന്ന് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോ പാറ്റേൺ ആണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേസിക് സ്റ്റിച്ചുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ തന്നെ കീ ചെയിൻസിൻ്റെ ഹോൾഡറൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്ത് ബാഗ്സിലും അല്ലാതെ എന്തെങ്കിലും കീസിലൊക്കെ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.